ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞാലും, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാലും, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാലും ഡയറി നോട്ടിങ്സിലാണ് ആ പേര് വന്നത്. ഡയറി നോട്ടിങ്സിലുള്ള പേര് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റിൽ പിണറായി വിജയൻ പണം വാങ്ങിയതായി എനിക്ക് അലജിയായിരുന്നു. ഞാൻ പറഞ്ഞത് വീണ വിജയൻ വാങ്ങിയ പണം നോബഡി ക്യാൻ ഡിനൈ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. അത് അവരും ഡിനൈ ചെയ്തിട്ടില്ല, അത് വിജിലൻസും ഡിനൈ ചെയ്തിട്ടില്ല, ഈവൻ കോടതിയും ഡിനൈ ചെയ്തിട്ടില്ല. കാരണം അത് ബാങ്കിംഗ് ചാനലിൽ വാങ്ങിയ പണമാണ്. സോ ഐ കുഡ് ഓൺലി ബിൽഡ് മൈ കേസ് ഓൺ എ സോളിഡ് ബേസ്. എന്നോട് ഇതിനു മുമ്പും വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു, എത്രയോ സത്യമാണ് ഞാൻ ഭരിക്കുക. അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെന്റിൽ പേഴ്സൺ. ഒരു നോൺ കറപ്റ്റായ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിയോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. യു വിൽ ഫേസ് സെവറൽ ഇംപിഡിമെന്റ്സ്. ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകാന്നുള്ളതാണ്. ഈ ജഡ്ജ്മെന്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. നമസ്കാരം. മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് സമ്മതിക്കുന്നതായി മാത്യു കുഴൽനാടൻ MLA. വിധി നിരാശാജനകമാണ്. കോടതി നിരീക്ഷണങ്ങളോട് വിയോജിക്കുകയാണ്. എന്നാൽ ആത്മവിശ്വാസത്തിന് തെല്ലും കുറവില്ലെന്നും അപ്പീൽ നൽകുമെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജി പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് കോടതി തള്ളിയത്. രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും തെളിവിന് പകരം ആരോപണങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഖണ്ഡിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ നൽകിയിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഞാൻ ഇന്നലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് വരികയുണ്ടായി. ആ ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഹർജിക്കാരൻ എന്ന നിലയിൽ അതിലെ ഫൈൻഡിങ്സിനോട് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ആൻസർ പറയേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്നൊന്ന് കാണാൻ വിചാരിച്ചത്. അറ്റ് ദ ഔട്ട്സെറ്റ് ഐ വുഡ് സേ തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ഐ ഫെയർലി അഡ്മിറ്റ് ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമപരമായ നിയമയുദ്ധത്തിൽ ഒരു സെറ്റ് ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ കോർട്ട്, ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് അതിനോട് ഞാൻ വളരെ വിനയപൂർവം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം ഞാൻ ആർഗ്യൂ ചെയ്ത 3 പോയിന്റ്, കമ്മിങ് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, 3 കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2019 ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത്. ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തിട്ടില്ല. താങ്ക്ഫുള്ളി ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തില്ല എന്നത് സത്യമാണ്. പക്ഷെ കോടതി അതിന് കണ്ടെത്തിയ റീസൺ അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു, അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു. അത് ഒരു അഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ? പക്ഷെ 2019 ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ലീസ് 2023 ഈ കേസ് ഫയൽ ചെയ്യുന്നത് വരെ
അനധികൃതമായി നിയമവിരുദ്ധമായി നീട്ടി നൽകിയതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ് നമ്മുടെ ഈ ജഡ്ജ്മെന്റ്. ഇന്ന് പലരും പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയൊരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് നൽകേണ്ടതുള്ളൂ. അപ്പോ 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി ലീസിന്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഏജിക്ക് അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി. അത് 2023 ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത്, കോടതി പറഞ്ഞത് അതിൽ അഴിമതിയുണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ച ഇതിനെതിരെ നിയമ നടപടി ആരംഭിച്ചത് 2014-15 ആരംഭിച്ചതെന്ന് കൂട്ടിക്കൊള്ളണം. എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന് കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ച് താഴേക്ക് വിട്ടതിന് ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധമായ ശുപാർശ, ആ ശുപാർശയിൽ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഗവൺമെന്റ് അതിൽ ആക്ഷൻ എടുത്തത് വേറെ കാരണം പറഞ്ഞാണ് എന്നതാണ്. പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ 10 വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത്. അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം, ആ ഖനനത്തിന്റെ ഡയറക്ട് ബെനിഫിഷ്യറി CMRലായിരുന്നുവെന്നും CMRലിന് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ 2 വർഷം അതിന് സഹായമായി എന്ന് CMRലിന്റെ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അവിടുത്തെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടിയതുകൊണ്ട് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ KMRൽ നിന്നും CMRലേക്ക് അല്ലെങ്കിൽ KMMLൽ നിന്നും CMRലേക്ക് നൂറുകണക്കിന് ലോഡ് ഇലിമിനേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഇ-വേ ബില്ല് ഹാജരാക്കി. അപ്പൊ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതി തന്നെ പറയാണ്, അൺഓതന്റിക്കേറ്റഡ് അബ്സ്ട്രാക്ട്സ് ഓഫ് സർട്ടൻ ഇ-വേ ബിൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ടു പോയിന്റ് ഔട്ട് IREL ഹാസ് സപ്ലൈഡ് ഇലിമിനേറ്റ് ടു CMRL. ശരിയാണ്, എനിക്ക് അൺഓതന്റിക്കേറ്റഡ് രേഖകളെ എനിക്ക് ഹാജരാക്കാൻ കഴിയൂ ഈ ഘട്ടത്തിൽ. അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താം ആ രേഖ. ഞാൻ ഫോർജറി രേഖയാണ് കോടതി ഹാജരാക്കിയതെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്ന അൺഓതന്റിക്കേറ്റഡ് ആണ്, പക്ഷെ അത് സത്യമായ രേഖയാണ്. 100 കണക്കിന് ലോഡ് സപ്ലൈ IRL നിന്നും CMRലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഇലിമിനേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ കഴിയൂ. അത് ഇപ്പോ പ്രാഥമികമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന ഇ-വേ ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇ-വേ ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നോ സ്ക്രാപ്പ് പേപ്പർ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഇലിമിനേറ്റ് ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതൊക്കെ തെളിവിൽ അല്ലെങ്കിൽ തെളിവെടുപ്പിന്റെ സമയത്ത് മാത്രം കോടതി നോക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതി ഒരു മെറിറ്റിൽ ഒരു ജഡ്ജ്മെന്റ് എഴുതുന്നത് പോലെയാണ് എഴുതിയത്. പിന്നെ വൺ ലാസ്റ്റ് തിങ്, അദ്ദേഹം പറഞ്ഞു, ഈ അടിസ്ഥാനപരമായ കാര്യം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അടക്കം മറ്റ് നേതാക്കന്മാർക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു. എന്നാൽ ഹർജിക്കാരന് പിണറായി വിജയനെയും അല്ലെങ്കിൽ വീണ വിജയന്റെയും പേരിൽ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന വാദം ബലപ്പെടുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ 100% കൺവിക്ഷനോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ കംപ്ലൈന്റ് കൂടി ഞാൻ കൊണ്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആർക്കും വേണം പരിശോധിക്കാം. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിലുണ്ടായിരുന്ന പേരുകളുണ്ടായിരുന്ന പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും RC എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ, അവർക്ക് ഉമ്മൻചാണ്ടി, OC എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി, അവരോട് എന്ത് സമീപനമാണോ ഞാൻ സ്വീകരിച്ചത്, സെയിം സമീപനമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചത്. കാരണം ആ പണത്തിലെ മുഖ്യ പങ്ക് പിണറായി വിജയനാണ് വാങ്ങിയത് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോർഷൻ വെച്ചിട്ടല്ല എന്റെ കേസ് ബിൽഡ് ചെയ്തത്.
വീണ വിജയൻ വാങ്ങിയ പണത്തിന്റെ ബേസിലാണ് എന്റെ കേസ് ബിൽഡ് ചെയ്തത്. അതിന് കാരണം ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞാലും, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാലും, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാലും ഡയറി നോട്ടിങ്സിലാണ് ആ പേര് വന്നത്. ഡയറി നോട്ടിങ്സിലുള്ള പേര് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റിൽ പിണറായി വിജയൻ പണം വാങ്ങിയതായി എനിക്ക് അലജിയായിരുന്നു. ഞാൻ പറഞ്ഞത് വീണ വിജയൻ വാങ്ങിയ പണം നോബഡി ക്യാൻ ഡിനൈ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. അത് അവരും ഡിനൈ ചെയ്തിട്ടില്ല, അത് വിജിലൻസും ഡിനൈ ചെയ്തിട്ടില്ല, ഈവൻ കോടതിയും ഡിനൈ ചെയ്തിട്ടില്ല. കാരണം അത് ബാങ്കിംഗ് ചാനലിൽ വാങ്ങിയ പണമാണ്. സോ ഐ കുഡ് ഓൺലി ബിൽഡ് മൈ കേസ് ഓൺ എ സോളിഡ് ബേസിസ്. അതുകൊണ്ടാണ് വീണ വിജയന്റെ കേസ് പറയും മറ്റു കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ പണം വാങ്ങി എന്ന് പറഞ്ഞ ആ ലൈൻ മാത്രം എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യായിരുന്നു. ഞാനത് ബിൽഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് വീണ വിജയൻ പണം വാങ്ങി എന്നുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്ക് പിണറായി വിജയന്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർഗറ്റ് ചെയ്ത് ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട് എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല, ഒരു കോസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസമുള്ള അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, എന്നോട് ഇതിനു മുമ്പും വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എത്രയോ സത്യമാണ് ഞാൻ ഭരിക്കുക. അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെന്റിൽ പേഴ്സൺ. ഒരു നോൺ കറപ്റ്റായ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിയോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. യു വിൽ ഫേസ് സെവറൽ ഇംപിഡിമെന്റ്സ്. അതാണ് ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. ഞാൻ ഇന്നലത്തെ ദിവസം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ. ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എന്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതി പൊതുജനങ്ങളോട് പറഞ്ഞു എന്നതും പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതിന്റെ നിയമപരമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് പരിശോധിക്കേണ്ട വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതിപ്പോ കോടാനുകോടി അഴിമതി വാങ്ങിയവരെക്കാളും ഈ അഴിമതി ചോദ്യം ചെയ്ത ഞാൻ എന്തോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൻ്റെ പരാതിയില്ല. പക്ഷേ ഇതാണ് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാലുള്ള ഒരവസ്ഥ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. ഒടുവിലിപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിന് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നേരെ ഒരു 5 or 8 അന്വേഷണങ്ങളുണ്ട്. എനിക്ക് നേരെ വിജിലൻസ് കേസുണ്ട്. ഞാൻ എന്റെ വീട്ടില് അത്യാവശ്യം മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയിരുന്ന പണിക്ക് സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്. എന്റെ പ്രോപ്പർട്ടീസിനെതിരെ അന്വേഷണവും കേസും നിലവിലുണ്ട്. ഇതെല്ലാം എനിക്ക് നേരെ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. 100% ശരിയാണ്. പക്ഷേ ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകാന്നുള്ളതാണ്. ഈ ജഡ്ജ്മെന്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീല് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, പലരും ഇന്നലെ പറഞ്ഞു വിജിലൻസില് കേസ് കൊടുത്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിപ്പോയി, വിജിലൻസ് കേസ് കൊടുക്കരുതായിരുന്നു എന്നുള്ള ഒപ്പീനിയൻ പലരും പറഞ്ഞതായി കണ്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, 100% ഈ മാസപ്പടി എന്ന് പറയുന്ന സംഭവം ഇത് അഴിമതിയാണ്. ഇത് കോർപ്പറേറ്റോ കമ്പനി ലോയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇത് പരിശോധിച്ച ഞാൻ മാത്രമല്ല, ഇത് പരിശോധിച്ച ക്വാസി ജുഡീഷ്യൽ ഫോറംസ് എല്ലാവരും ഒപ്പൈൻ ചെയ്തിട്ടുണ്ട് ഇതിന് ഉൾപ്പെട്ടിട്ടുള്ള കറപ്ഷൻ പരിശോധിക്കേണ്ടതാണ്. കറപ്ഷൻ പരിശോധിക്കുന്നുണ്ടെങ്കിൽ
അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതിയിന്മേലല്ലാതെ കറപ്ഷൻ ആംഗിൾ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ വീണ വിജയന്റെയോ എക്സാലോജിക്കിന്റെയോ കമ്പനിയുടെ പിന്നാലെ അല്ല നമ്മൾ, അവരുടെ പിന്നാലെ. ഇതിന്റെ അകത്ത് കറപ്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം ഇൻവോൾവ് ചെയ്ത കാരണം ആ കറപ്ഷൻ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജിലൻസ് പരാതിയും വിജിലൻസ് കോടതിയുമാണ്. അതില്ലാതെ ഈവൻ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നേരിട്ട് ഹൈക്കോടതി പോകാൻ കഴിയില്ല, മറ്റൊരു ഫോറവും നേരിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഫോറംസ് ഇല്ല. അതുകൊണ്ടാണ് വിജിലൻസിൽ പരാതി, പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസിന് പരാതി കൊടുത്താൽ എന്തായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വിജിലൻസ് അന്വേഷണം വേണ്ട, കോടതിയുടെ അന്വേഷണം മതി എന്ന് പറഞ്ഞ കാരണം, വിജിലൻസിലേക്ക് ഫോർവേഡ് ചെയ്താൽ അടുത്ത 2 വർഷക്കാലം വിജിലൻസ് 4 റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആ കേസ് 2 വർഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമില്ല. അതുകൊണ്ട് മാത്രമല്ല, മെറ്റീരിയൽ എവിഡൻസ് ധാരാളം എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയോട് ചോദിച്ചത്. അതല്ലാണ്ട് ഒരു മറ്റ് നിലപാട് മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എന്റെ പക്കലുണ്ടായിരുന്ന ഏകദേശം 28ഓളം ഡോക്യുമെന്റ്സ് ഞാൻ കോടതിയിൽ ഹാജരാക്കി. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ അത്രയും ഇന്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രൊക്യൂർ ചെയ്യാന്നുള്ളത് പോലും എളുപ്പമല്ല. അത്രയും ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും വീണ വിജയൻ പണം വാങ്ങി എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ 3 വട്ടം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി അവർക്ക് ഫേവറായിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കിയിട്ടും ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞോളൂ. ഇതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ല, പിണറായി വിജയൻ ശിക്ഷിക്കണം എന്നല്ല പറഞ്ഞു. ഒരു അന്വേഷണത്തിന് പോലും ഉള്ള സാധ്യതയില്ല എന്ന് എഴുതിയ വിധിയോടാണ് എനിക്ക് വിയോജിപ്പ്. ഇനി നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാം. ഇല്ല, ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഞാൻ KPC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിനു ശേഷമാണ് കേസ് ഫയൽ ചെയ്തത്. ഞാൻ ഒരു സിറ്റിസൺ എന്ന നിലയല്ലേ പോകും, ഒരു പൗരൻ എന്ന നിലയിൽ. കോടതിയിൽ MLA-ക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. ഇല്ല, വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിയിൽ ഇത് ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, സ്വാഭാവികം. അങ്ങനെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് എല്ലാ വിഷയവും പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല വരാറ്. അല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ 2ാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത്. ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതിയിൽ പോകാനും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആരും ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടില്ല. അന്നിങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. നിയമസഭയിൽ ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. എനിക്ക് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്. വിജയൻ എന്നുള്ള വ്യക്തിക്ക് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന നൽകിയില്ല. വളരെ ക്രൂരമായിട്ടാണ് അവരോട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെ അഴിമതി ചെയ്തു എന്നുള്ള രീതിയിൽ ഉള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയും പിന്നീട് തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒരു വ്യക്തിപരമായി തന്നെ ഒരു ക്രൂരത കാണിച്ചു എന്ന് ഈ വിജയൻ പറയുന്നു. വീണ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്വം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു വാക്കോ ഒരു ഭാഷയോ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ അവരോട് റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചിട്ടുള്ളൂ. അവരൊരു സംരംഭകയാണ്. പക്ഷേ അവർ നടത്തിയിട്ടുള്ള ഡീലിങ്സിലും കറപ്ഷൻ എലിമെന്റ് ഉള്ളപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായിട്ടും അവർ പണം വാങ്ങിയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നതിന് സ്ത്രീ എന്നൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
മാത്യക്കുഴൽനാടൻ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞു IGST അത് ഈ പറഞ്ഞ നികുതി അടച്ചില്ല എന്നുള്ള വാദമാണ് പറഞ്ഞത്. അതായത് സുതാര്യമല്ല, ഇതിനകത്ത് അഴിമതിയുണ്ടെന്ന്. അന്ന് ഈ IGST അടച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നാൽ താൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കും പരസ്യമായി എന്ന് മാത്യക്കുഴൽനാടൻ മുമ്പ് പറഞ്ഞു. ഓർമ്മയുണ്ട്. ഇനിയെങ്കിലും മാപ്പ് ചോദിച്ചൂടെ? ഞാൻ പറഞ്ഞു, നിങ്ങൾ 1,72,00,000 രൂപയ്ക്ക് IGST അടച്ചതിന്റെ രേഖ കാണിച്ചാൽ ഞാൻ പറയാം. ഞാൻ ഇന്നും പറയല്ലേ, ഇന്നും ഞാൻ പറയാണ്, ആ എൻടയർ എമൗണ്ടിന് വീണ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല. നോ ഡൗട്ട്, ഐ സ്റ്റിക്ക് ടു മൈ പൊസിഷൻ. ആ മുഴുവൻ പണത്തിനും ടാക്സ് അടച്ച രേഖ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നാൽ ഐ വിൽ അപ്പോളജൈസ്. പുറത്തു വന്ന ഏത് രേഖ? മിനിസ്റ്റർ പറഞ്ഞ കേട്ടില്ലേ? 1.72 crores ആ പണത്തിന് ടാക്സ് അടച്ച രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പല്ലേ പറഞ്ഞത്. എന്ന് പറയാൻ പറ്റില്ല. ടാക്സ് അടച്ചുകൊണ്ട് അഴിമതി പണത്തിന് ടാക്സ് അടച്ച അഴിമതി ഇല്ലാതാവും. അന്ന് അവരെടുത്ത ഡിഫൻസ് ആണ്, അതുപോലും കളവായിരുന്നെന്ന് പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനും CPM-നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുമൊക്കെ നമ്മളൊരു ശല്യമായിരിക്കും. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവർ വിധി എഴുതും. ഇല്ല, ഇപ്പൊ നിയമസഭയിൽ പ്രസംഗിച്ച് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ബോധ്യത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഒരു വിജിലൻസ് കോടതി വിധി കൊണ്ട്, ഈ കോടതിയുടെ വിധി കൊണ്ട് ഇത് അൾട്ടിമേറ്റ് ആണെന്നും അന്തിമമാണെന്നും ഇതുകൊണ്ടെല്ലാം തീർന്നുവെന്നും കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വ്യൂ. തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം അവർക്ക് കൊടുത്ത പണം അഴിമതിയാണ് എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം. അതിനകത്ത് എവിടെയാണ് പിണറായി വിജയൻ കടന്നു വരുന്നത്? പിണറായി വിജയൻ പണം വാങ്ങിയത് ഈ ഡയറി നോട്ട് പ്രകാരമുള്ള PV പോലും താനല്ല എന്ന് നിഷേധിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതിനകത്ത് താങ്കളുടെ അത് ആ ഡയറി നോട്ട് അവിടെ എങ്കിൽ പോലും ഈ നിങ്ങൾ ഈ പറയുന്ന കരാർ പ്രകാരം പിണറായി വിജയൻ അഴിമതി നടത്തിയെന്ന് തെളിയിക്കാൻ ഉള്ള എന്ത് രേഖയാണ് കോടതിയിൽ കൊടുത്തതോ കൊടുക്കാത്തതായിട്ടുള്ളത് മാധ്യമങ്ങളുടെ കയ്യിൽ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, CMRL-ന് വേണ്ടിയിട്ട് പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ 3 ഇൻസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ വ്യക്തത കുറവില്ലല്ലോ. അപ്പൊ അത് ആ സമയത്ത് പിണറായി വിജയന്റെ മകൾ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാസപ്പടി എന്ന് പറയുന്ന കേസ്. അതെ, അപ്പൊ ഒരു സേവനവും നൽകാതെ ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുക്കുമ്പോൾ അയാളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുകയും അതേ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞോളൂ. അല്ല, ഇത് തെളിയിക്കണമെങ്കിൽ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല. ഇത് അന്വേഷിച്ചാലാണ് ഇത് പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെന്ന്. ഒരു സാമാന്യ ജനം, അതായത് വീണ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വീണ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി CMRL-ന് വേണ്ടി ഈ 3 ഘട്ടങ്ങളിലും ഇടപെട്ട് ഈ രേഖയല്ല എന്ന് പറയാൻ കഴിയില്ലോ. പക്ഷെ അത് അഴിമതിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അപേക്ഷ തള്ളി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ സ്ഥലം ഇന്ന് വരെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്തത്? തള്ളി എന്ന് പറഞ്ഞു. ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ്. അല്ല, കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് 4 വർഷക്കാലം ലീസ് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത്? മുഖ്യമന്ത്രി ഇടപെടൽ കൊണ്ടാണ്. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന വലിയ തെറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചും കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് പരിഗണനയ്ക്ക് എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് അതിനെ നോട്ട് എഴുതിയിരിക്കുന്നത്. അത് ഏതൊരു അപേക്ഷയിലും സ്വീകരിക്കുന്ന സാധാരണ നടപടി മാത്രമാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, അത് പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിച്ച് ചെയർ ചെയ്ത് ആ മീറ്റിംഗിന്റെ ഡിസിഷൻ നമ്പർ 7 പ്രകാരമാണ് തീരുമാനമെടുത്തത്. അത് മാത്രമല്ല, ഇനി എഴുതി എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് കോടതിക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ സഖാക്കന്മാർ, ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കോ ലോക്കൽ സെക്രട്ടറിമാർക്കോ അറിയാൻ കഴിയില്ല. ഏരിയ സെക്രട്ടറി മുതൽ മുകളിലുള്ളവർക്ക് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു എത്ര ജെനുവിൻ കാര്യമായിട്ട്
പിണറായി വിജയന്റെ അടുത്ത് ഒരു പരാതി കൊടുത്ത് അദ്ദേഹം അതേക്കുറിച്ച് ഒരു കമ്പനിയുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് താഴത്തേക്ക് അദ്ദേഹം നേരിട്ട് കുറിച്ചയക്കണം എന്നുണ്ടെങ്കിലുള്ള പ്രയാസം എന്താണെന്ന് CPM MLA-മാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കും മുകളിലുള്ള ജില്ലാ സെക്രട്ടറിമാർക്കോ അറിയായിരിക്കും. കോടതിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ആ പിണറായി വിജയൻ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം മൂന്ന് വട്ടം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്കെങ്കിലും എന്തുമാത്രം താല്പര്യവും എന്തുമാത്രം സ്വാധീനവും അതിനകത്തുണ്ടായിരുന്നു മനസ്സിലാവും. പിണറായി വിജയൻ നേരിട്ട് എഴുതിയിരിക്കുന്നതല്ല, അത് കണ്ടാൽ അറിയാം. അത് സീലാണ്, സീൽ വെച്ചിരിക്കുന്നതാണ്, ടൈപ്പ് ചെയ്ത് സീലാണ്, അടക്കമുള്ളത് സീലാണ്. താങ്കൾ കഴിഞ്ഞ ദിവസം തന്ന രേഖയിൽ അടക്കമുള്ളത്. അല്ല, ഞാൻ പറയുന്നത് റുട്ടീൻ പ്രോസസിന്റെ ഭാഗമായി ചെയ്തു പോയിരിക്കുന്നതാണ്. അല്ലല്ല, അങ്ങനെ റുട്ടീൻ പ്രോസസ്സിന്റെ ഭാഗമല്ല സുഹൃത്തെ. ഒരു വിഷയത്തില് തന്റെ വകുപ്പിൽപ്പെടാത്ത ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ തീരുമാനം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റുട്ടീൻ പ്രോസസ് അല്ല. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു റിവ്യൂ മീറ്റിംഗ് വിളിക്കാനോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനോ അധികാരമില്ല. ഉണ്ട്, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കമ്പനിക്ക് വേണ്ടി 3 ഇൻസ്റ്റൻസിൽ വകുപ്പല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനികളെ കോടാനുകോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്യു പറഞ്ഞത് ഒരു അഭിഭാഷകനായ തനിക്ക് ഒരു കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രൗണ്ട് എങ്ങനെയാണ്, അതിന്റെ ഡോക്യുമെന്റ് എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്നൊക്കെ നന്നായിട്ട് അറിയാമെന്ന്. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ അഴിമതി നടത്തി, മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തി, മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി അഴിമതി നടത്തി, ടൂറിസം വകുപ്പിലേക്ക് പ്രോജക്ട് മാറ്റി എന്നൊക്കെ കഴിഞ്ഞ തവണ മാത്യു തന്നെ പറഞ്ഞതാണ്. അതിന്റെ രേഖകളൊക്കെ തന്നു. ഈ ഒരു അഭിഭാഷകൻ കൂടിയായ താങ്കൾക്ക് ഈ പറയുന്ന പൊതുസമൂഹത്തിന് മനസ്സിലായി കേസുകൾ എല്ലാം ശരിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എല്ലാം സംശയമൊക്കെ വരും. പക്ഷെ ഈ മാത്യു പറയുന്ന കാര്യങ്ങൾ കോടതിക്ക് അത് അത്ര ജെന്യുവനായിട്ട് തോന്നാത്ത, അതെന്താ തോന്നുന്ന കാര്യം? അല്ല, കോടതിയുടെ റീസൺ എഴുതിയിട്ടുണ്ടല്ലോ. കോടതി ഇതിപ്പോ ഇതിന്റെ അഴിമതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ഉള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇതൊരു ഒരു മെറിറ്റിലെ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല. പക്ഷേ കോർട്ട് ഹസ് ടേക്കൻ എ ഡിഫറെന്റ് വ്യൂ. പക്ഷെ കഴിഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ താങ്കൾ തന്നെ പറഞ്ഞത് ഈ രേഖകളൊക്കെ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ തന്നെയാണ്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അനുകൂലമായ വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ പറയുന്ന അങ്ങനെ വിധി പ്രതീക്ഷിച്ചല്ല പോയതെന്നാണ്. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഇപ്പൊ വിധി നിരാശാജനകമാണെന്നും അപ്രതീക്ഷിതമാണെന്നും ഞാൻ പറഞ്ഞു. SFI അന്വേഷണത്തിൽ ഇത് ബാധിക്കുന്നത് നോ വേ കണക്റ്റഡ് വിത്ത് ദാറ്റ്. വിജിലൻസ് കേസ് കോടതി വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്ന അന്വേഷണങ്ങളുടെ അതുകൂടി ഒരു സംശയത്തിലാകും. അത് രാഷ്ട്രീയ പ്രേരിതമാണോ, താങ്കളുടെ ഒരു തെറ്റായ നടപടി കാരണമാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ ഈ വിഷയം ഉന്നയിച്ചു, നിയമസഭയിൽ ഉന്നയിച്ചു, പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചു. ഞാൻ അവിടെ നിർത്തണമായിരുന്നാണോ പറഞ്ഞത്? അതാണ് ഫെയർ. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യാവുന്ന കാര്യം. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടതും ചെയ്യാവുന്ന കാര്യം. അതാണ് പൊതുരംഗത്ത് എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിയതാണ്. ഞാൻ കോടതി പോയതിനു ശേഷം നിങ്ങൾ ആരും കാണാൻ വന്നിട്ടില്ല. കോടതി പോയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണേണ്ട വന്നത് വേണ്ടത്ര തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല. നിങ്ങൾ വാർത്തയും ഇതും കൊടുത്ത് ആദ്യത്തെ രണ്ടാമത്തെ വട്ടം ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ വാർത്താസമ്മേളനം നടത്തിയിട്ടേ ഇല്ല. ഞാൻ അന്ന് പറഞ്ഞു കോടതിയിൽ പോയാൽ ഇനി ഞാൻ വാർത്താസമ്മേളനത്തിന് ഇല്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ നിർത്തായിരുന്നു. അവിടെ നിർത്തിയെങ്കിൽ എനിക്ക് ഒരു ദോഷം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ട്, നമ്മൾ സത്യസന്ധമാണ്, ഫെയർ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ദ ലീഡ്. പിണറായി വിജയനെതിരെ ഒരു പരാതി കൊടുക്കാൻ മറ്റാരും മുമ്പോട്ട് വരാത്തപ്പോഴാണ് കൊടുത്തത്. പിന്നെ ഇപ്പൊ വിജിലൻസ് കോടതി ഇത് ചില സ്റ്റെപ്പുകൾ പോലും പിടിച്ചു. കാരണം ആദ്യം ആവശ്യപ്പെടുന്നത് വിജിലൻസിന്റെ അന്വേഷണം, ടീമിന്റെ അന്വേഷണം, അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. അത് അന്വേഷിച്ചാൽ എന്താവുമെന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് പിന്നീട് കോടതി മേൽനോട്ടത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പിഴച്ചു പോകുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞ സ്റ്റെപ്പല്ല. അതായത് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്താൽ നമ്മളൊരു ഘട്ടത്തിൽ ഇത് രണ്ട് ഓപ്ഷൻ ഓപ്പണാണ്. അത് പറയേണ്ട സമയത്ത് വിജിലൻസിൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വിജിലൻസിൽ ഫോർവേഡ് ചെയ്യേണ്ട എന്ന് പറയാണ്. നോർമലി നമ്മൾ ഇതിന്റെ അകത്ത് പ്രയറിൽ പറയുന്നത് ഈ കംപ്ലൈന്റ് ആണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പരിശോധിക്കാം. ഇതിന്റെ അകത്ത് ഇന്നത് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതല്ലേ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത്. ആദ്യം വിജിലൻസ് ചോദിച്ചു പിന്നെ മാറ്റി എന്നൊക്കെയല്ല. ഈ കംപ്ലൈന്റ് നിങ്ങൾ പരിശോധിക്കും.
രണ്ട് ഓപ്ഷനും ഈക്വലി ഓപ്പൺ ആണ്. അതിന്റെ ഏത് വേണമെന്ന് കോടതി ചോദിച്ചപ്പോൾ വിജിലൻസ് ലാബ് അയക്കേണ്ടെന്ന് പറഞ്ഞതാണ്. അല്ലാണ്ട് നിലപാട് മാറ്റിയത്. നോർമലി എല്ലാ വിജിലൻസ് പരാതിയിലും സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടുന്നത് വിജിലൻസിന് ഫോർവേഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കോടതി പോയെന്നുള്ള പ്രസംഷനിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ആരോപണം അവർക്ക് ഉയർത്താലോ. താങ്കളുടെ പാർട്ടി നേതാക്കളോടായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ അവരടക്കം പറയുന്നത് ഈ ഒരു കോടതിയിലേക്ക് പോയി ഉള്ള ഒരു നടപടി തെറ്റായിരുന്നു. അത് കുറെ കൂടി ആരോപണമായി നിർത്തുകയായിരുന്നെങ്കിൽ രാഷ്ട്രീയ നേട്ടം അതായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ അടക്കം പാർട്ടിയിലെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരടക്കം അഭിപ്രായം പറയുന്നത്. എന്നോടാരും അങ്ങനെ പറഞ്ഞില്ല. ചിലപ്പോൾ അങ്ങനെ ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും. ഈ സ്വർണ്ണക്കടത്ത് പോലെ ഈ പുകമറയിൽ ഇങ്ങനെ നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു. അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കലമ ഉടച്ചു എന്നാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ മുതിർന്ന നേതാക്കൾ പറയുന്നത്. തെറ്റായി പോയോ? വിഷമമുണ്ട്? ഇല്ല, എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതാണ്. പക്ഷെ കോടതി വിധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ചല്ല, സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. കഥയിൽ ചോദ്യമില്ല എന്നാ പറയുന്നത്. ഈ ലോജിക്കില്ലാത്ത കഥകളിൽ നമുക്ക് ചോദ്യം ചോദിച്ചാൽ അർത്ഥമില്ല. എന്നാലും ഈ രാഷ്ട്രീയ പ്രേരിതമായ രീതിയാണ് പരാതിക്കാരൻ അവലതിക്കാരന്റെ മോട്ടീവ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ താങ്കളുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന മാത്രമല്ല UDFന്റെ ഒരു ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തെ കൊണ്ട് കളഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരുപക്ഷെ കോടതി പോവാതെ ഇരുന്ന് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂ ആവും. എന്റെ വ്യൂ അതല്ല. ദറ്റ്സ് നോട്ട് മൈ അപ്രോച്ച്. മൈ അപ്രോച്ച് ഈസ് ഫെയർ ആൻഡ് സ്ട്രെയിറ്റ്. ഞാൻ പറഞ്ഞ കാര്യം ഇനിയാണെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാനത് ചെയ്യുന്നുണ്ടാവും. റൈറ്റ് ഓർ റോങ്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഞാൻ അന്ന് ആദ്യമേ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക, ഈ പോരാട്ടം എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ തെളിവുകൾ ഹാജരാക്കി അത് കോടതി അംഗീകരിക്കാതെ പോയതിൽ നിരാശയുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കോടതി തള്ളിയത് എന്തുകൊണ്ട് എന്നുള്ളത് കോടതി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ലീഗലി നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് അപ്പീൽ പോകാനുള്ള ഗ്രൗണ്ടിനെ ശക്തിപ്പെടുത്തുന്നതാണോ? വാട്ട്സ് യുവർ ലീഗൽ ഒപ്പീനിയൻ? അല്ല, അപ്പീൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇനീഷ്യലി. താങ്കൾ അപ്പീലിന് പോകുന്നു എന്നുള്ളതല്ല, വിജിലൻസ് കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു നിലപാടും ആ നിലപാടെടുക്കാൻ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ ലീഗലി കൂടുതൽ ശക്തി പകരുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഞങ്ങളുടെ വ്യൂ അതാണല്ലോ. ഞങ്ങളുടെ ഒരു പ്രിലിമിനറി ഒരു അസസ്മെന്റിൽ ദിസ് ജഡ്ജ്മെന്റ് നീഡ് ടു ബി ചലഞ്ച്ഡ് എന്നുള്ളതാണ്. സോ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇല്ല, അതിനിപ്പോ പ്രിപ്പയർ ചെയ്ത് സ്വാഭാവികമായിട്ടും സമയമെടുക്കുമല്ലോ. ഇല്ല, ഇന്നില്ല, സമയം വരുമ്പോ ഉണ്ടാവും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. എത്ര വേണം വായിക്കും. ടെൽ മീ. കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, താങ്കളുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഈ CMRL-നെ KREML-നെ സഹായിക്കാൻ വേണ്ടിയാണ് 2018 പ്രളയം ഉണ്ടാക്കിയത്. ഇത്രയും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായവും ഒക്കെ ഹർജിയിൽ പൊതുസമൂഹം ഒരു പരിഹാസ്യ രൂപേണയിലേക്കാണ്. അല്ല, നിങ്ങൾ ആ തോട്ടപ്പള്ളി പോയി ചോദിച്ചാൽ മതി. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി. ആ പ്രളയത്തിന് ശേഷം അവിടെ നിന്ന് മണ്ണെടുത്തത് ഈ കമ്പനി താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് പരിഹാസമാണോ എന്ന് തോട്ടപ്പള്ളി പോയി എന്നൊന്ന് പറയാം. അല്ല, അവിടെ ചെന്നൊന്ന് പറയാം. ഈ തോട്ടപ്പള്ളി വിഷയം ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ആ ഭാഗത്ത് നിന്ന് മണ്ണെടുക്കാൻ വേണ്ടി കേരളം മുഴുവൻ പ്രളയം ഉണ്ടാക്കിയത്. അല്ല, പ്രളയം എന്ന റീസൺ കാണിച്ച് മണ്ണെടുത്തു എന്നാണ് പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. അല്ല, അതന്നെ ചോദിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഹർജിയിൽ പറയാം അതിനുവേണ്ടി പ്രളയം മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെയല്ല, പ്രളയം എന്ന ഒരു അവസരമാക്കി അത് നിങ്ങളൊന്ന് ഒന്നുകൂടി വായിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. അങ്ങനെ വിധി വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്യു പറഞ്ഞത് ഈ കർത്തയ്ക്ക് പുതിയ പ്രോജക്ട് ഉണ്ടാക്കാൻ വേണ്ടി നൽകിയ ആനുകൂല്യം PV എൻട്രപ്രന് പോലും കൊടുത്തില്ല എന്നതായിരുന്നു പറഞ്ഞത്. ഇന്നലെ അവർ
ഒരു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സഹപ്രവർത്തകൻ നിയമസഭയിൽ ഒരുമിച്ചിരിക്കുന്ന ആൾ ഒരു പലഹാരത്തിന്റെ പടമൊക്കെ ഇട്ടു റിയാസ് തമ്പി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് അതിലെ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഇല്ല. ഐ അക്സെപ്റ്റ് ഓൾ ദാറ്റ്. അത് അവർക്ക് ഇന്നലത്തെ ദിവസം എന്തു ആവാം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കും ആവാം. ഈ വിജിലൻസ് കോടതിയുടെ വിധിയുമായിട്ട് CPM ഇനി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ കോടതികളിൽ പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നു? അല്ല, അവർക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അവര് ഹൈക്കോടതിയിൽ പോയതാണല്ലോ. അങ്ങനെ ഒരു അവസരം ഉണ്ടായിക്കോട്ടെ. അല്ല, അവര് ഹൈക്കോടതിയിൽ പോയതാണല്ലോ. ഈ വേറൊരു ചോദ്യമുണ്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങ് ഈ ഉപയോഗിച്ചതെല്ലാം വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടുന്നതിനുള്ള ശ്രമം അങ്ങ് നടത്തിയെന്നുള്ള ആരോപണമാണ്. അതായത് മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിന്ന് മറുഭാഗത്ത് നിൽക്കുന്ന ആൾ മേത്തിൽപ്പെടുന്നാളെന്ന പ്രതിയിൽ പാർട്ടിക്കകത്ത് സൃഷ്ടിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം മേത്തിൽപ്പെടുന്നാൾ നടത്തിയെന്നും നിർണായകമായ ചില പദവിയിൽ മേത്തിൽപ്പെടുന്നാളെ ലക്ഷ്യം വെച്ചുവെന്നും സംഘടന ജനറൽ സെക്രട്ടറി ആവാൻ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു, KPCC ട്രഷറർ ആവാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു. അടുത്ത് വലിയൊരു പദവിയിലേക്ക് മേത്തിൽപ്പെടുന്നാളെ കണ്ണുവയ്ക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും വളർന്നു വരാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അല്ല, ഇതൊക്കെ നമുക്ക് സമയമൊക്കെ എന്റേതായ സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ മാതിരി വെയിറ്റ് ആൻഡ് സീ. വ്യക്തിപരമായ ചോദ്യം, Yes. അങ്ങയുടെ കുറിച്ച് കുറച്ച് വ്യക്തിപരമായ കോൺഷ്യസ് ആയതുകൊണ്ടാണ് അങ്ങ് സുപ്രീം കോടതിയിലേക്ക് വാദിക്കുന്ന പ്രമുഖനായ ഒരു അഭിഭാഷകനാണ്. ഇല്ല, അങ്ങനെയൊന്നും പറയണ്ട. പ്രൊഫൈൽ തന്നെ ഉണ്ട്. ഇല്ലില്ല. അപ്പൊ ഈ ഒരു കേസ് തോറ്റുപോയത് അമ്പയെ തോറ്റമ്പിയത് കാരണം അങ്ങയുടെ പ്രൊഫഷൻ എന്തെങ്കിലും ബാധിക്കും? ഇല്ല. അപ്പൊ ഞാൻ നടത്തിയ കേസുകൾ എത്രയോ കേസ് ജയിച്ചിരിക്കുന്നു, എത്രയോ തോറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഭിഭാഷകർ ഈ രാജ്യത്ത് ഏതെങ്കിലും ആർക്കും കേസ് നടത്താൻ പറ്റുമോ? പ്രധാനപ്പെട്ട രണ്ട് കേസ് I don't want to bring my profession into this. Sorry. I am not for that. I don't want to canvass on that.